ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ സിമ്പിളായിട്ട് പൊറോട്ട എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേ കണ്ടില്ലേ, നല്ല ലെയറോട് കൂടിയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ് കിട്ടിയിട്ടുള്ളത്. പലരും പൊറോട്ട ഉണ്ടാക്കുന്നത് പ്രയാസമാണെന്ന് പറയാറുണ്ട്. പക്ഷേ അങ്ങനെയുള്ളവരെല്ലാം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യൂ. അപ്പോൾ സിമ്പിളായിട്ട് ഞാൻ പൊറോട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കിലോ മൈദ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലോട്ട് ഞാൻ 1 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം തെളിച്ച് വേണം നമുക്ക് ഈ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ. കുറേശ്ശെയായിട്ട് വെള്ളം ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ചപ്പാത്തി മാവിൻ്റെ ആ പരുവത്തിൽ ഇങ്ങനെ കുഴച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇപ്പം ഞാൻ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കുക. ഇനി ഞാൻ കൗണ്ടർ ടോപ്പിലിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. ഇച്ചിരി എണ്ണ കയ്യിൽ തടവിയ ശേഷം നന്നായിട്ടൊന്നും കൂടെ കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തി മാവിനേക്കാളും ഒന്നും കൂടെ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ചപ്പാത്തി ബോളിനേക്കാൾ കുറച്ചും കൂടെ വലുപ്പത്തിലൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഓരോന്നായിട്ട് എടുത്ത് നമുക്ക് കുറച്ച് എണ്ണ തടവിയിട്ട് നന്നായിട്ടൊന്ന് നൈസായിട്ട് പരത്തിയെടുക്കണം. എത്രത്തോളം നൈസാക്കി പരത്താൻ പറ്റുമോ അത്രത്തോളം നൈസാക്കി തന്നെ പരത്തിയെടുക്കുക. ഇപ്പോൾ ഞാൻ മാക്സിമം നന്നായിട്ട് പരത്തിയിട്ടുണ്ട്. ഇനി ഈ തുണികളൊക്കെ പ്ലേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മടക്കി കൊടുക്കണം. അതിന് ശേഷം ഇത് നമുക്കൊന്ന് വലിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കാം. നമ്മൾ ചെറുതായിട്ടൊന്ന് പയ്യെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് ചുരുട്ടി നമുക്ക് എടുത്ത് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു നനഞ്ഞ കോട്ടൺ തുണി കൊണ്ട് ഇതൊന്ന് മൂടി വെക്കാം. 1 മണിക്കൂർ ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂറിന് ശേഷം ഞാൻ ആ തുണി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണ തൂത്ത് പരത്തിയെടുക്കണം. ഇനി ഇത് ഒരുപാട് നൈസായിട്ട് പരത്തണ്ട. ആവശ്യത്തിന് ഒരു ഇച്ചിരി കട്ടിയിൽ തന്നെ പരത്തിയെടുക്കണം. ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് ഞാൻ പരത്തിയിട്ടുള്ളത്. നമുക്കിതൊരു ഇരുമ്പ് ചട്ടിയിലൊന്ന് ചുട്ടെടുക്കാം. ഇതുപോലുള്ളൊരു ഇരുമ്പ് ചട്ടിയിലാണ് ഞാൻ പൊറോട്ട ചുട്ടെടുക്കുന്നത്. കുറച്ച് എണ്ണ തൂത്ത ശേഷം പൊറോട്ട ഇട്ട് കൊടുക്കുക. എന്നിട്ട് പൊറോട്ടയുടെ മുകളിലും കൂടെ കുറച്ച് എണ്ണ തൂവണം. ഒരു വശം കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 വശം ഇതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ചൂടോടെ തന്നെ ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കണം. ഇതുപോലെ അങ്ങ് അടിച്ചെടുക്കുമ്പോഴേ നമുക്ക് പൊറോട്ട ലെയറായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, നമ്മളെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ പൊറോട്ട എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.